Hello my dear students, welcome back to my channel Ncert Malayalam. Ncert class 7th സയൻസിലെ ചാപ്റ്റർ 6 ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിൻ്റെ ഫൈനൽ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ പാർട്ട് 1 പാർട്ട് 2 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോസ് കാണാൻ കഴിയും കേട്ടോ. ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടാണ് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഐ തിങ്ക് അവർക്ക് 10th വേണ്ടിയിരുന്നത്. സോറി, ഇന്ന് 10th ആണ്. ഞാൻ ആ ഡേറ്റ് മറന്നുപോയി. പക്ഷേ ബാക്കിയുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആവശ്യമില്ല. സോ റെസ്റ്റിംഗ് ഓഫ് അയൺ ആണ് ഇന്നത്തെ ക്ലാസ്സിലെ ടോപ്പിക്ക്. അപ്പോൾ അയൺ തുരുമ്പൊടിക്കുന്നത് അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പൊടിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. ലെറ്റ് us get back to resting. This is one change that affects iron particles and slowly destroys them. Since iron is used in making bridges, ships, cars, trucks, bodies and many other articles, the monetary loss due to rusting is huge. അതായത് ഒരുപാട് അയൺ ആർട്ടിക്കിൾസൊക്കെ മെല്ലെ മെല്ലെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതിന് മെയിനായിട്ടുള്ള കാരണം, അതായത് മെയിനായിട്ട് നമ്മുടെ ഈ അയണൊക്കെ യൂസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കാറുകളിലും ഷിപ്പുകളിലും ട്രക്കുകളിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റസ്റ്റിംഗ് കാരണമാണ് ഒരുപാട് അയണൊക്കെ നാശനഷ്ടമായിട്ട് വരാൻ ചാൻസ് ഉണ്ടാവാൻ കാരണമൊക്കെ. ഓക്കെ, ദി പ്രോസസ് ഓഫ് റസ്റ്റിംഗ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പോൾ തുരുമ്പ് പിടിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ പറഞ്ഞു എങ്ങനെ തുരുമ്പ് പിടിക്കുക. ഒരു അയൺ പീസ് ഒരുപാട് കാലം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വെറുതെ കിടക്കുകയാണ്. അതായത് അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയുണ്ട്, വെള്ളമുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ഓക്സിജൻ അല്ലെങ്കിൽ എയറും ഉണ്ട്. അപ്പോൾ ഈ അയണ് ഈ ഓക്സിജനും അതുപോലെ തന്നെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് റസ്റ്റ് ഫോം ചെയ്യുന്നത്. സോ അയൺ ദാറ്റ് ഈസ് Fe in reaction with the oxygen O2 which is plenty available in our atmosphere plus water that is moisture forms the rest, that is the iron oxide or Fe2O3. എന്താണ് റെസ്റ്റിൻ്റെ രാസനാമം? Fe2O3, rest or iron oxide. For resting, the presence of both oxygen and water is essential. സോ റെസ്റ്റിംഗ് തുരുമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് വാട്ടറിൻ്റെയും അതുപോലെ തന്നെ ഓക്സിജൻ്റെയും പ്രസൻസ് മസ്റ്റാണ്. In fact, if the content of moisture of air is very high, which means that if it is more humid, rusting becomes faster. So, ഇനി മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അത് എന്തായിരിക്കും, റസ്റ്റിങ് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. അതായത് ഈ മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്താകുമ്പോൾ പെട്ടെന്ന് തന്നെ തുരുമ്പ് പിടിക്കാൻ വേണ്ടി വേഗം ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പൂപ്പിൽ പിടിക്കാൻ കാരണം എന്താണ്? മോയ്സ്ചർ അല്ലേ. അതുപോലെ തന്നെ തുരുമ്പ് പിടിക്കാനും മെയിനായിട്ട് കൂടേണ്ടത് മോയ്സ്ചറാണ്. സോ ഹൗ ഡു വി പ്രിവെൻറ്റ് റസ്റ്റിംഗ്? സോ എങ്ങനെയാണ് നമ്മൾ റസ്റ്റിംഗ് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ പ്രിവെൻറ്റ് അയൺ ആർട്ടിക്കിൾസ് ഫ്രം കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ഓക്സിജൻ ഓർ വാട്ടർ ഓർ ബോത്ത്. 2 വേസ് ഉണ്ട്. വൺ സിമ്പിൾ വേ ഈസ് ടു അപ്ലൈ എ കോട്ട് ഓഫ് പെയിൻറ്റ് ഓർ ഗ്രീസ്. അതായത് ഒരു സിമ്പിൾ വേ എന്ന് പറയുന്നത് നമുക്ക് തുരുമ്പ് പിടിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് ഓഫ് പെയിൻറ്റോ അല്ലെങ്കിൽ ഒരു ലെയർ ഓഫ് ഗ്രീസോ അപ്ലൈ ചെയ്യണം. ഇൻ ഫാക്ട് this cotters should be applied regularly to rusting. സോ റസ്റ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ ഇതിങ്ങനെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. Another way is to deposit a layer of metal like chromium or zinc on iron. വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ക്രോമിയം അല്ലെങ്കിൽ സിങ്ക് പോലത്തെ ഒരു മെറ്റൽ എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് പറയുമ്പോൾ ബൈ അപ്ലൈങ് എ പെയിൻറ്റ് ഓർ ഗ്രീസ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റിംഗ് എ ലെയർ ഓഫ് മെറ്റൽ ലൈക്ക് ക്രോമിയം ഓർ സിങ്ക് ഓൺ അയൺ. So this process of depositing a layer of zinc on iron is called galvanization. സോ ഇങ്ങനെ അയണിൻ്റെ മുകളിൽ ഒരു മെറ്റലിൻ്റെ ലെയർ ഇങ്ങനെ കോട്ട് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ സിങ്കിനെ കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗാൽവനൈസേഷൻ. ഇതെന്തിനായിരുന്നു? പ്രിവെൻറ്റിങ് റസ്റ്റിംഗ്. ഓക്കെ. That's why my friend Rita is always complaining about iron particles rusting so fast. She lives near the coast. സോ നമ്മൾ പഹേലിങ്ങനെ ആലോചിക്കുകയാണ്, ഇതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട് റീത്ത പറഞ്ഞത് അവർ കോസ്റ്റൽ ഏരിയാസിലാണ് ജീവിക്കുന്നത്, അവിടെ പെട്ടെന്ന് തന്നെ അയൺ പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യും, തുരുമ്പ് പിടിക്കുന്നതിനെ പറ്റി പറയുന്നത്. അതെന്താണ് കാരണം? നമ്മുടെ കോസ്റ്റൽ ഏരിയാസിൽ മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലിനനുസരിച്ച് റസ്റ്റിംഗ് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നതിൻ്റെ പ്രൊപ്പോർഷനാലിറ്റി കൂടും. Okay, the iron pipes we use in our homes to carry water are galvanized to prevent rusting. നമ്മൾ വീട്ടിലിങ്ങനെ വെള്ളം അടിക്കാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വെള്ളം ക്യാരി ചെയ്യാൻ യൂസ് ചെയ്യുന്ന പൈപ്പുകളൊക്കെ ഗാൽവനൈസ്ഡ് പൈപ്പുകളാണ്. അതായത് ഒരു കോട്ടിംഗ് ഓഫ് സിങ്ക് അതിൻ്റെ മുകളിലുണ്ട്. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും, അത് റസ്റ്റിംഗ് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യും. You know that ships are made of iron and a part of them remains under water.
On the part above water also, the water drops clinging to the ship's outer surface. Moreover, the water of sea contains many salts. The salt water makes the process of rust formation faster. Therefore, the ships suffer a lot of damage from rusting in spite of being painted. സോ എന്തുകൊണ്ടാണ് ഷിപ്സൊക്കെ പെട്ടെന്ന് റസ്റ്റ് പിടിക്കുന്നത് അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കുന്നതാണ് ക്വസ്റ്റ്യൻ പോലെ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ഷിപ്പിൽ എന്തൊക്കെയുണ്ട്, ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് അയൺ വെച്ചിട്ടാണ്. അതെപ്പോഴും എന്താണ് വാട്ടറിൽ ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടാവും. പക്ഷേ വാട്ടറിൻ്റെ എബോവ് ഉള്ള അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിലുള്ള ഷിപ്പിൻ്റെ ഭാഗമാവട്ടെ അവിടേക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വാട്ടറിനകത്ത് കൂടുതലും എന്തായിരിക്കും, വാട്ടർ ഓഫ് സീ കണ്ടെയ്ൻസ് സോൾട്ടുകൾ ഉണ്ടാവും അല്ലേ, ഒരുപാട് മിക്സ്ചർ ഓഫ് സോൾട്ട് ഉണ്ടാകും. ഈ സോൾട്ടൊക്കെ എന്ത് ചെയ്യും, റസ്റ്റ് ഫോർമേഷൻ തുരുമ്പ് പിടിക്കുന്നത് ഫാസ്റ്റർ ആക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഷിപ്പ് എത്ര പെയിൻ്റ് അടിച്ചാലും അതൊരുപാട് ഡാമേജ് സഫർ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാവാൻ വേണ്ടി കാരണം. Stainless steel is made by mixing iron with carbon and metals like chromium, nickel, manganese. It does not rust. ഇപ്പോൾ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളില്ലേ, നമ്മുടെ പ്ലേറ്റുകളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്ലേറ്റുകളൊക്കെ ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല. കാരണം എന്താണ്, അതിനകത്ത് അയൺ ഉണ്ട്. പക്ഷേ അതിനകത്ത് കൂടുതൽ ആരൊക്കെയുണ്ട്, കാർബൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കലുണ്ട്, മാംഗനീസ് ഉണ്ട്. അതുകൊണ്ട് അതൊരിക്കലും റസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. So much so that the fraction of ship's iron has to be replaced every year. Can you imagine the monetary loss of the world? അല്ലേ, ഇതുകൊണ്ടാണ്, അതായത് ഷിപ്പ് ഇങ്ങനെ തുരുമ്പ് പിടിക്കാൻ കാരണം അവിടുത്തെ സോൾട്ട് കണ്ടെയ്നിങ്ങും അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ലോകത്തിന് ഒരുപാട് നഷ്ടം വരാൻ ചാൻസ് ഉണ്ടായത് അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് ഷിപ്സ് എപ്പോഴും എല്ലാ വർഷവും റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നെക്സ്റ്റ് ഈസ് അബൌട്ട് ക്രിസ്റ്റലൈസേഷൻ. ഇൻ ക്ലാസ് 6 you have learned that salt can be obtained by evaporation of seawater. The salt obtained in this manner is not pure and the shape of its crystals is not seen clearly. So, ആറാം ക്ലാസ്സിൽ നമ്മൾ ഇങ്ങനെ നമ്മുടെ കടൽ വെള്ളം വറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഇവാപ്രേറ്റ് ചെയ്തിട്ടാണ്. എന്താണ് ഇവാപ്രേഷൻ അല്ലേ, നീരാവിയായി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവാപ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സോൾട്ട് നമുക്ക് കടൽ വെള്ളം വറ്റിച്ച് കിട്ടുന്നതാണ്, നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ കിട്ടുന്ന സോൾട്ട് അത്ര പ്യുവറായിരിക്കില്ല. അതെന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രിസ്റ്റൽസിൻ്റെ ഷേപ്പ് നമുക്കൊരിക്കലും കാണാൻ പറ്റില്ല. പക്ഷേ however large crystals of pure substances can be formed from their solution. This process is called a crystallization. അതായത് ഒരുപാട് വലിയ വലിയ ക്രിസ്റ്റൽസ് അതിൻ്റെ ഒറിജിനൽ സൊല്യൂഷനകത്ത് നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ എക്സാമ്പിൾ ഫോർ ഫിസിക്കൽ ചേഞ്ച്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് പഴയ രൂപത്തിൽ തന്നെ ആക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഇതൊരു ക്രിസ്റ്റലൈസേഷൻ ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. വൺസ് അഗെയിൻ ഞാൻ പറയാണ്, large crystals of pure substances can be formed from their solutions. The process is called crystallization. It is an example of a physical change. ഒരുപാട് വലിയ വലിയ ക്രിസ്റ്റൽസ് അതിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് പ്യുവർ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് അതിൻ്റെ ഒറിജിനൽ സൊല്യൂഷനകത്ത് നിന്ന് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. 6.9 ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. So, to be performed in the presence of teacher. Okay, use only dilute sulfuric acid. Be careful while boiling water. Okay, take a cup of water in a beaker. Add few drops of dilute sulfuric acid. Heat the water. When it starts boiling, add copper sulfate powder slowly while stirring continuously. So, ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ഡയല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുക, വെള്ളം നന്നാക്കി ചൂടാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോപ്പർ സൾഫേറ്റിൻ്റെ പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. സ്റ്റിർ കണ്ടിന്യൂസ്ലി, നല്ലോണം ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂ ആഡിങ് കോപ്പർ സൾഫേറ്റ് പൗഡർ ടിൽ നോ മോർ പൗഡർ ക്യാൻ ബി ഡിസോൾവ്ഡ്. എപ്പോഴാണോ ഒരു പൗഡറും ഡിസോൾവ് ചെയ്യില്ല എന്നുള്ള ഒരു അവസ്ഥ വരുന്ന വരെ കോപ്പർ സൾഫേറ്റിൻ്റെ പൗഡർ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫിൽറ്റർ ദ സൊല്യൂഷൻ, അലോ ഇറ്റ് കൂൾ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സൊല്യൂഷൻ നമ്മൾ ഫിൽറ്റർ ചെയ്യുക, എന്നിട്ട് കൂൾ ചെയ്യാൻ വേണ്ടി വെക്കുക. ഡു നോട്ട് ഡിസ്റ്റർബ് ദ സൊല്യൂഷൻ വെൻ ഇറ്റ്സ് കൂളിംഗ്. കൂൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സൊല്യൂഷൻ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ലുക്ക് അറ്റ് ദ സൊല്യൂഷൻ ആഫ്റ്റർ സം ടൈം. ക്യാൻ യു സീ ദ ക്രിസ്റ്റൽസ് ഓഫ് കോപ്പർ സൾഫേറ്റ്? ഇഫ് നോട്ട്, വെയിറ്റ് ഫോർ സം ടൈം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റൽസ് വരുന്ന വരെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തണുപ്പിക്കുക. കുറച്ച് നേരം കഴിയാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് കോപ്പർ സൾഫേറ്റിൻ്റെ ക്രിസ്റ്റൽസ് കിട്ടും.
സോ ഇത് ഇങ്ങനത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് റസ്റ്റിംഗ് ഓഫ് അയോണും ക്രിസ്റ്റലൈസേഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ അറ്റ് ലാസ്റ്റ് ഈ ഒരു ചാപ്റ്റർ, അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചിലുള്ള ചാപ്റ്റർ നമ്മൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ മെയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട് ഞാൻ എബൌട്ടിൽ, അതിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക് യു എവരി വൺ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻസ്.